പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിഹാബ് അലിഫ് കാഞ്ഞിരപ്പള്ളി. എന്റെ നാടിന്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എം.എ. നാസറുദ്ദീൻ മഠത്തിൽ. ഇന്ത്യൻ സംഗീതത്തിന്റെ ഭാവലയ താളങ്ങൾ പ്രഭമങ്ങാതെ സമർപ്പിച്ച മുഹമ്മദ് റാഫി എന്ന അതുല്യ കലാകാരന്റെ ഹിന്ദി ഗാനങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ച ആരാധനയും ആ മഹാനായ കലാകാരന്റെ കൈകളിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് എം.എ. നാസറുദ്ദീൻ മഠത്തിൽ. സ്കൂൾ കോളേജ് പഠനകാലത്ത് സംഗീതത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും റാബി സാറിന്റെ മനോഹര ഗാനങ്ങൾ, ആ മനോഹര സംഗീതം ഒട്ടും വാർന്നു പോകാതെ ആലപിക്കുന്ന കലാകാരനാണ് എം.എ. നാസറുദ്ദീൻ മഠത്തിൽ. നമസ്കാരം. നമസ്കാരം. പറയൂ, ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാൻ ഒത്തിരി താല്പര്യമുണ്ട് ഈ പാട്ടുകളെക്കുറിച്ചും കോളേജിലെ അണ്ണന്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയൂ. ഞാൻ ചെറുപ്പം പോലെ പാട്ടൊക്കെ പാടുമായിരുന്നു. ശരി. ഞാൻ 4 സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാട്ട സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. A.K.G.M. സ്കൂളിലാണ് 8, 9, 10 കംപ്ലീറ്റ് ചെയ്തത്. ശരി. അന്ന് A.K.G.M. സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു ഞങ്ങളുടെ മഞ്ജുലച്ചൻ എന്ന് പറയും. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം ഈ പാട്ടിന്റെ കാര്യത്തിലും സ്പോർട്സിന്റെ കാര്യത്തിലും എല്ലാം തന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ശരി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കോഴ്സ് ചെയ്തത് പിന്നെ പാലാ സെന്റ് തോമസ് കോളേജിലായിരുന്നു. ശരി. പാലാ സെന്റ് തോമസ് കോളേജിൽ 65, 67 കാലഘട്ടത്തിലായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ മ്യൂസിക് ക്ലബും കാര്യങ്ങളുമായിട്ട് ഞാൻ ഒരുപാട് സഹകരിച്ച് പോയിട്ടുണ്ട്. എനിക്കൊരുപാട് പ്രോത്സാഹനങ്ങൾ അവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതന്മാരും അതുപോലെ തന്നെ കോളേജിലെ സ്റ്റാഫും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛൻ കുരുത്തടാച്ചൻ എന്ന് പറയും. അദ്ദേഹമൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു. അതുപോലെ ഫാദർ N.M. തോമസ് എന്ന് പറഞ്ഞു, പിന്നീട് സെന്റ് തോമസ് അൽഫോൺസ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നത്. അദ്ദേഹമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ നമുക്ക് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ഉത്തേജനം കിട്ടി. കുറച്ചുകൂടെ നമുക്ക് പാടി തെളിയുവാനുള്ള അവസരം പാലാ സെന്റ് തോമസ് കോളേജിൽ നമുക്ക് ഒരുപാട് ലഭിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, മഹാനായ ഗായകൻ മുഹമ്മദ് റാഫി അവരിൽ നിന്നും മോതിരം കൈപ്പറ്റിയ ഒരു ചരിത്രമുണ്ട്. അത് ഒരു ലഭിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരു നിറഞ്ഞ കലാകാരനാണ്. ഞങ്ങളോട് അതൊന്ന് വിശദീകരിക്കാവോ ആ സംഭവം? അത് പാലാ സെന്റ് തോമസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷം 1967 സെന്റ് തോമസ് കോളേജ് വെച്ച് നടന്നായിരുന്നു. സെന്റ് തോമസ് കോളേജ് നടക്കുമ്പോഴത്തേക്ക് റഫി സാഹിബിന്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അവിടെ വേറെ 15 ദിവസത്തോളം വിവിധ പിന്നെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം റഫി സാഹിബിന്റെ ഒരു ഗാനമേളയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ റഫി സാഹിബിന്റെ ഗാനമേളയ്ക്ക് റഫി സാഹിബിന്റെ പാട്ടിന്റെ ഒക്കെ പാടിക്കൊണ്ടിരുന്നപ്പോഴേക്കാണ് അദ്ദേഹം പിന്നെ ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവെൽ ടൈം, ആ ടൈമിന് ഞങ്ങള് അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹത്തിന് ഇങ്ങനെ ആരാധകരായിട്ട് പുറകെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരു അവസരം തന്നു ചെറിയ 2 ലൈൻ പാടാനായിട്ട്. ഒരു പാട്ട് മുഹമ്മദ് ഷാഹെ ഫുബ എന്ന് പറഞ്ഞ മുഹമ്മദ് ജാനി ജനാന എന്ന പാട്ടാണ്. അത് അന്നത്തെ കാലത്ത് ലവ് ഇൻ ടോക്കിയോ എന്ന് പറഞ്ഞ ഫിലിമിൽ ഇറങ്ങിയ പാട്ടാണ്. ശങ്കർ ജയകൃഷ്ണന്റെ മ്യൂസിക്കാണ്. അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് കുറച്ച് എനിക്കൊരു അവസരം തന്ന് ഞാനൊന്ന് പാടി. അദ്ദേഹത്തിന്റെ ആ കോഫി ബ്രേക്കിന്റെ ടൈമായിരുന്നു. അദ്ദേഹം അത് കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എനിക്കൊരു പുരസ്കാരമൊക്കെ തന്നു. ഞാൻ അന്നത്തെ ഒരു ഓർമ്മ വരാൻ വേണ്ടി അന്ന് മുഹമ്മദ് റാഫി സാഹിബ് ഒപ്പിട്ട് തന്ന ആ ഒരു പിക്ചർ ഒന്ന് കാണിക്കട്ടെ. അതെ, അത് ഓട്ടോഗ്രാഫ്. അത് 1967 ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുത്ത ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് നടന്ന പ്രോഗ്രാമിൽ മഹാനായ ഗായകന്റെ ഒപ്പം എടുത്ത ഒരു ഫോട്ടോയും കൊണ്ടുണ്ട്. അത് ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. അപ്പം
1967 പാലാ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടന്ന സംഭവമാണിത്. ഇതാണ് ആ ഫോട്ടോ. ഇന്നും ഒരു വലിയ നിധി പോലെ നാസറിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അത് ആ ഇടത്ത സൈഡിൽ നിന്ന് മൂന്നാമത് നിൽക്കുന്ന ആളാണ് നാസറിനെ. ഇതിൽ കാണാൻ കഴിയും. മുഹമ്മദ് റാഫി സാഹിബിന്റെ ഗാനമേളയുടെ ഒരു പിക്ചറും കൂടെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇതൊക്കെ നമുക്കൊരു വലിയ അമൂല്യ നിധികളും നമുക്കൊക്കെ ഒരു വലിയ ഓർമ്മകളുമാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ അന്നത്തെ പാട്ട്? പ്രിയമുള്ളവരെ, അന്ന് 1967 പാടിയ ആ ഗാനം ഒരിക്കൽ കൂടി നമ്മൾക്ക് വേണ്ടി MA നാസറുദ്ദീൻ അവർ ആലപിക്കുകയാണ്. ना जाने तुम कब आओगे, सुहानी रात ढल चुके, ना जाने तुम कब आओगे, जहाँ की रुत बदल चुकी, ना जाने तुम कब आओगे। नजारे अपनी मस्तियाँ दिखा दिखा के सो गए, सितारे अपनी रोशनी लुटा लुटा के सो गए, हर एक शम्मा जल चुकी, ना जाने तुम कब आओगे, सुहानी रात ढल चुके, ना जाने तुम कब आओगे। तड़प रहे हम यहाँ, तड़प रहे हम यहाँ, तुम्हारे दीदार में, तुम्हारे इंतजार में, चला है मौसम बहार में, फिजा का रंग आ चला है मौसम बहार में, मौसम बहार में, हवा भी रुत बदल चुकी, ना जाने तुम कब आओगे, सुहानी रात ढल चुके, ना जाने तुम कब आओगे। ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സ്നേഹവും ഒത്തിരി ബഹുമാനവുമുണ്ട്. എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ വന്ന് ഒരഭിപ്രായം പറഞ്ഞപ്പോൾ സുമനസ്സോടുകൂടി ഞങ്ങൾക്ക് മനോഹരമായ 3 ഹിന്ദി ഗാനം പാടിത്തരികയും കോളേജ് കാലഘട്ടം മുതലുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത നിറഞ്ഞ കലാകാരൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. തമ്പുരാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.